കൊല്ലം ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്ക് മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയതായും ആക്ഷേപമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കൊട്ടിയം ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്നാണ് പരാതി ഉയർന്നത്. ഇത് പുറത്തറിയാതിരിക്കാൻ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി ഉത്തരവിറക്കി. പ്രസിഡന്റിന്റെയും 5 ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു സംഭവം. ബാങ്കിന്റെ മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയാണ് തീരുമാനം എഴുതി ചേർത്തതെന്ന് ആരോപിച്ച് ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്കിൽ സൂക്ഷിക്കേണ്ട മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവെന്നും 29-ന് നടത്തിയ യോഗ തീരുമാനം എന്ന നിലയിൽ സസ്പെൻഷൻ ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. ബാങ്കിനൊരു അസറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, ബാങ്കിന് വേണ്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന യാതൊരു നടപടിക്കും ഞങ്ങൾ ജീവനക്കാർ കൂട്ടു നിൽക്കത്തില്ല. അതിന് അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 11 പേരെ ഈ പ്രതിഷേധിക്കുന്ന 11 പേരെ സസ്പെൻഡ് ചെയ്യട്ടെ. ഞങ്ങൾ ഇത്രയും ദൂരെ വീട്ടിൽ പോകാനുള്ളത്, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ മോശക്കാരാണെങ്കിൽ വരുമോ? ഞങ്ങൾ അഴിമതി നടത്തുന്നവരാണെങ്കിൽ ഇത്രയും പേര് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുമോ? ഞങ്ങൾക്ക് ചായ കൊണ്ട് തരാനും ഇവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ട് തരാനും ഒക്കെ ഇവിടെ ഉള്ള പരിസരത്തുള്ള സഹകാരികളാണ് വന്നേക്കുന്നത്. ജീവനക്കാർക്ക് പിന്തുണ അറിയിച്ച് CPM-ഉം KCE-യും സമരം ആരംഭിച്ചതോടെ ഭരണസമിതി തീരുമാനങ്ങൾ പിൻവലിച്ച് ക്രമക്കേട് നടത്തിയ മിനിറ്റ്സ് ബാങ്ക് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ലോക്കറിൽ വെച്ച് പൂട്ടി. കഴിഞ്ഞ മാസം ബാങ്കിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. ഇതോടെയാണ് അഴിമതി വർദ്ധിച്ചതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ലേ മേഡത്തിന് ഞങ്ങൾ 5 മണി മുതൽ വിളിക്കുന്നത്? എന്തുകൊണ്ട് മേഡം ഒന്നും ചെയ്യുന്നില്ല? ഞങ്ങൾ പിന്നെ വേറെ ആരോടാ പറയേണ്ടത്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പറയാം, അവർക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.